ചോദിക്കാത്ത സംഘടന പറയാൻ വേണ്ടി ഇത്രയും നേരം മാഡത്തിനെ വെയിറ്റ് ചെയ്തു. മാഡം ചോദിക്കണമെങ്കിൽ സമ്മതിക്കണ്ടേ, മറ്റാൾക്കാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഞാനൊക്കെ ആ പാർട്ടിയോട് കൂലിപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ്. സുന്ദരം സമ്മതിക്കാൻ എന്താ കാട്ടുക? നിങ്ങൾ തടഞ്ഞു മന്ത്രിയോട് പറഞ്ഞപ്പോ? മന്ത്രിയുടെ ആൾക്കാരെ ഞങ്ങൾ തടഞ്ഞു. കണ്ടു, ഇതൊക്കെയാണ് വർത്താനം. അല്ലേ സംഭവം? ആ പാർട്ടിയോട് കൂടുതലുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന വർത്താനം എങ്ങനെയാണ്? ഇവര് ഓണത്തിന് തുടങ്ങിയില്ല, ഇത് അടുത്ത ഓണമായല്ലോ ഇവിടെ അല്ലേ? അതിന് മുന്നേ തുടങ്ങിയില്ലേ? ഓണത്തിന് മുന്നേ തുടങ്ങി. കൊടുക്കാതെ നിൽക്കുന്ന സ്പോട്ടിൽ പിന്നെ സാറിന് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് തന്നു, ഞാൻ EMI കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു, അവർ മിനിസ്റ്റർക്ക് കൊടുത്തു. മിനിസ്റ്റർ ഇനി ഇപ്പൊ ഓണത്തിന് മുന്നേ കാസർഗോഡ് കാത്തിടുന്നു അവര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ട് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. അല്ല, ക്യാമറ കേൾക്കട്ടെ, ക്യാമറ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇവര് പേഷ്യൻസിന് ഇട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇവരിവിടെ വന്നിരിക്കുന്നത് നീതി യൂത്തുകളാണോ എന്നാ ചോദിക്കുന്നത്? ഏതെങ്കിലും ആശുപത്രി നടക്കുന്ന കാര്യമാണോ? രോഗത്തിന് ചികിത്സ കിട്ടുന്നില്ല, അത് പറഞ്ഞിട്ടില്ല. 1.5 വർഷം ഒരു നേരം മാറി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാശാവില്ല. എന്താ അവസ്ഥ? ഇതിനപ്പുറാവൂലേ? നമ്മൾ മര്യാദക്കനല്ലേ നിൽക്കണേ? ഒരു തീരുമാനം പറയട്ടെ. അവര് പോയി ജോലി ചെയ്തിട്ട് പാവങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ അവർക്ക് കൊടുക്കാൻ അവിടെ മേലധികാരികൾ ഉണ്ടാവും. നമുക്ക് ആരും തരുന്നില്ലല്ലോ. അവർ തീരുമാനം അറിഞ്ഞിട്ട് പോരാ. അല്ല, സേഫ് അല്ലേ? നമ്മളെ കേട്ടാൻ പോലും പറ്റിയാലും